നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് ഇറ്റലിയിലാണ്. ഇവിടെ ഇറ്റലിയിൽ ഇന്നൊരു ഉത്സവം നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടും മുതിർന്ന ആൾക്കാർക്കൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്യൂസ്മെൻറ്റ് പാർക്കുകളും ഗെയിംസും അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ നൈറ്റ് മൊത്തം ഇവിടെ എൻജോയ്മെൻ്റ് ആണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന കുട്ടികൾ, വലിയ ആൾക്കാർ എല്ലാവരും ഒരുമിച്ച് വന്ന് എൻജോയ് ചെയ്യാണ്. ഈ ഒരു ചെറിയ കുട്ടികളുടെ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ പതുക്കെ നടക്കാൻ തുടങ്ങി. ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് അടുത്ത സെക്ഷനിൽ എത്തിയപ്പോൾ ഭയങ്കര ബഹളം. ഒരുപാട് ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. ഇവിടെ കയറിയപ്പോഴാണ് കാര്യം പിടിയിട്ടത്. ഇത് കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്കും ഒക്കെ പങ്കെടുക്കാനുള്ള ഗെയിംസ് ആണ്. ഇവരിതിൻ്റെ അകത്ത് നമ്മൾ ആകാശത്തൊട്ടിൽ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു ചെയറൊക്കെ ഇട്ടിട്ടുള്ള പരിപാടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റുന്ന കുറേ ഗെയിംസ്. പക്ഷേ ഇതിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ഞെട്ടിപ്പോയി കാര്യങ്ങളൊക്കെ. കാരണം ഈ കറങ്ങുന്ന സമയത്ത് രണ്ട് കുട്ടികൾ ഇങ്ങനെ പെയറായിട്ട് അവരൊരു കുട്ടിയെ ഈ ചെയർ എടുത്ത് എറിയാണ് എയറിലേക്ക്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സംഭവം മനസ്സിലായത്. ഇതിവിടെ ഒരു ചുവന്നൊരു സാധനം തൂക്കിയിട്ടിട്ട് കാണാം. അതിനകത്തൊരു എന്താ പറയുക ചെയിന് പോലെ ഒരു മാല പോലെയുള്ള ഒരു ഐറ്റം ഉണ്ട്. ആ സാധനം നമ്മളെ പെയറായിട്ട് കയറിയ ആൾക്കാർ അതിലേതെങ്കിലും ഒരാൾ ഇത് തട്ടിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ കറങ്ങുന്ന സമയത്ത് ഈ രണ്ടാളായിട്ടാണ് കയറുക, ഒരു പെയറായിട്ട് കയറുക. ആ പെയറിൽ ഒരാൾ മറ്റേ ഹെൽപ്പ് ചെയ്തിട്ട് ഇവരെ അങ്ങ് ആകാശത്തേക്ക് എറിയും. ആ സമയത്ത് ഇവർ ഈ കെട്ടി തൂക്കിയ സാധനം ക്യാച്ച് ചെയ്യണം. അത് കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിൽ ഇവർക്ക് ഫ്രീ ആയിട്ട് ഇതിൽ മത്സരിക്കാൻ കഴിയും. അതായത് പൈസ കൊടുക്കണ്ട. ആദ്യം ഇവർ പൈസ കൊടുത്തിട്ടാണ് കയറുക. അപ്പോൾ ഈ സംഭവം നമ്മൾ ഈ തൂക്കിയിട്ടെടുക്കുന്ന ആ ഒരു ചെയിൻ നമ്മൾ കൈക്കലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈമിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൽ പങ്കെടുക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ബഹളവും അടുത്ത പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളെ നാട്ടിൽ കാണുന്നതിൽ വ്യത്യസ്തമായിട്ടൊരു ഗെയിമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരുപാട് ആൾക്കാരുള്ളത്. എന്തായാലും ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പതുക്കെ റൂമിലോട്ട് നടക്കുകയാണ്. കാരണം ഈ ഒരു ഉത്സവം രാവിലെ വരെ ഇവിടെ ഉണ്ടാവും. നമ്മൾ പതുക്കെ നമ്മളെ റൂമിലേക്ക് നടക്കണം.